ഓക്കെ, നമുക്ക് പെട്ടെന്ന് നമ്മളെ പരിപാടിയിലേക്ക് പോവാം. നമ്മളെ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം അവിടെ പകുതി കഴിക്കായിരുന്നുണ്ടായത്. ഞാനൊന്ന് പ്രസന്റിങ് എല്ലാം ഓൺ ആക്കിയിടുന്നുണ്ട്. നിങ്ങൾക്കില്ലാത്തതാണ്. അതൊന്നും മൈൻഡ് ആക്കണ്ട, അതൊന്നും നിങ്ങൾക്ക് ബാധകല്ല. ഞാൻ ഇതേ പേജിലായി ആ ക്ലാസ് എടുത്തത്, അതുകൊണ്ടാണ്. ഓക്കെ, ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിലേക്ക് പോവാ. ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്ന ഫിഗർ ഇതായിരുന്നു. ഫിഗർ തന്നതല്ല, ഞങ്ങൾ വരച്ചതാണ്. എന്താണ്, നമുക്ക് ഔട്ട് സൈഡ് കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു 43°C DBTയും 27°C WBT ആയിരുന്നു. അതായത് ഓക്കെ, അത് നമ്മൾ നേരെ കൂളിംഗ് കോയിൽ വഴി തണുപ്പിച്ചിട്ട് വേറെ എത്രയോ °C ആയിട്ടുണ്ട്, അത് നമുക്കറിയില്ല. ഈ ഒരു ഭാഗത്ത് എത്രയോ °C ഉണ്ട് കൂളിംഗ് കോയിലിൻ്റെ അകത്തുനിന്ന് പുറത്ത് കിട്ടിയത്. എനിക്കറിയില്ല, ഇവിടെ ഉണ്ടായ ടെമ്പറേച്ചർ എനിക്കറിയില്ല, അവിടെ കിടക്കട്ടെ. പക്ഷെ നമ്മളെ റൂമിന്റെ ഉള്ളിലത്തെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. അത് മനുഷ്യന്മാരുടെയും ചൂടൊക്കെ വലിച്ചെടുത്തിട്ടുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. 25°C DBTയും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇങ്ങനെ ഉണ്ടായ എയർ തിരിച്ചു പോകുന്ന വഴിക്ക് അതിലൊരു 4 ഭാഗം എന്ത് വരുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഔട്ട് സൈഡ് എയർ നമ്മൾ എടുക്കുന്നത് ഒരു ഭാഗം മാത്രമാണ്. അങ്ങനെ അത് മിക്സ് ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് 5 ഭാഗം കിട്ടും. അതായിരുന്നു ലാസ്റ്റ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ചെയ്യേണ്ട പ്രൊസീജിയറൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സെൻസിബിൾ ഹീറ്റ് തന്നതുകൊണ്ട് റൂം സെൻസിബിൾ ഹീറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് 8400 kJ/h ആയിരുന്നു തന്നത്. നമ്മൾ അതിനെ കിലോ വാട്ടിലേക്ക് മാറ്റി. ലേറ്റന്റ് ഹീറ്റും കണ്ടുപിടിച്ചു, അങ്ങനെ ടോട്ടൽ ഹീറ്റ് കണ്ടുപിടിച്ചു, അങ്ങനെ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിച്ചു, 0.8 എത്തി. ഇതൊക്കെ നമ്മൾ എവിടത്തേക്ക് കൊണ്ടുപോയിടുന്നു, നമ്മളെ ഗ്രാഫിലേക്ക് കൊണ്ടുപോയി വരക്കുന്നു. ഫുൾ മാഞ്ഞു പോയി, അല്ല നമുക്കൊന്നുകൂടെ വരക്കാം. എന്നിട്ടുള്ള ഔട്ട് സൈഡ് കണ്ടീഷൻ 43°C 27°C. 43യും 27, 26, 27, 43 ഏതാണ്ട് ഈ ഒരു പോയിന്റിലാണ് ഉണ്ടാകുക. 27. ഓക്കെ, ഇതാണ് ഔട്ട് സൈഡ് കണ്ടീഷൻ. ഓ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ഇൻസൈഡ് കണ്ടീഷൻ മാർക്ക് ചെയ്യലാണ്. ഇൻസൈഡ് നമുക്ക് തന്നിട്ടുള്ളത് 25°C പിന്നെ 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും. 25ഉം 50യും കൂടി ചേരുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, 25ഉം 50യും കൂടി ചേരുന്ന ഭാഗം ഇത്. ഓക്കെ, അതാണ് നമ്മളെ ഇൻസൈഡ് കണ്ടീഷൻ ഐ. ഈ 2 സാധനങ്ങളായിരുന്നു വരച്ചത്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ വരച്ചു ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈന്. ഇൻസൈഡ് കണ്ടീഷനും ഔട്ട് സൈഡ് കണ്ടീഷനും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു ലൈന് വരച്ചു. അത് അവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതായിരുന്നു സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 0.8 ആയിരുന്നു. 0.8 ആണെന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പോയിന്റ് അവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു ബേസ് സർക്കിൾ എടുക്കണം എന്ന് പറഞ്ഞു. ആ ബേസ് സർക്കിളിന്റെ ടെമ്പറേച്ചർ വരുന്നത് 24°C 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അത് ഇവിടെയാണ് അലൈൻമെന്റ് സർക്കിൾ. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട്
നമ്മളൊരു ലൈന് വരക്കുന്നു പറഞ്ഞു, ആ ലൈനാണ് ഇവിടെ വരച്ചത്. ഈ ലൈനിന്റെ പേരെന്താണ്? ഈ ലൈനിന്റെ പേര് ശരിക്കും ബേസ് ലൈൻ എന്നാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിടത്ത് മാറിപ്പോയതാണ്. ഇതിന്റെ പേരാണ് ബേസ് ലൈൻ. ബേസ് ലൈൻ എന്നാണ് ഈ മഞ്ഞ കളർ ലൈനിന്റെ പേര്. ഇതാണ് നമ്മളെ ബേസ് ആയിട്ട് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് അതിനെ ബേസ് ലൈൻ എന്ന് പറഞ്ഞിട്ട് പേരിടാൻ കാരണം. ഈ ബേസ് ലൈനിൽ നിന്നിട്ട് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന് പാരലായിട്ട് ഇൻസൈഡ് റൂം കണ്ടീഷൻ ഒരു ലൈൻ വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസ് ലൈനിന് പാരലായിട്ട് ഇൻസൈഡ് റൂം കണ്ടീഷന് ഒരു ലൈൻ, പാരലായിട്ടുള്ള ലൈൻ അത് വരിക. പാരലിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ഇങ്ങനെ രണ്ടും ആ ബേസ് ലൈനിന് കറക്റ്റ് പോകാൻ എൻ്റെ അടുത്ത് സ്കെയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. അതും വരച്ചു. ഈ ഒരു ലൈനിന്റെ പേരാണ് ശരിക്ക് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ എന്നും പറയും. കാരണം റൂമിലെ അവസ്ഥയാണല്ലോ നമ്മളിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ എന്ന് പറയാം. അപ്പോൾ റൂമിന്റെ ഒരു ആറും കൂടി ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, കാരണം നമ്മളൊരു റൂമിനെയാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായത്. അതുവരെ അവിടെ വരച്ചിട്ടായിരുന്നു ഇന്നലത്തെ നമ്മളെ പ്രോബ്ലം അവിടെ നിന്നത്. ബേസ് ലൈൻ വരച്ചു, ഐ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻസൈഡ് കണ്ടീഷനും ഔട്ട്സൈഡ് കണ്ടീഷനും മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഈ അതിന് പാരലായിട്ട് ഒരു വെള്ള ലൈൻ വരച്ചു. ഈ ലൈനിന്റെ പേരാണ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈൻ എന്ന് പറയുന്നത്. ഇത്രയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഇനി നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പോവാം. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഇൻസൈഡ് റൂമിലെ ക്വസ്റ്റ്യനിൽ തന്ന കാര്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? റിട്ടേൺ എയർ ഫ്രം റൂം ഈസ് മിക്സ്ഡ് വിത്ത് ഔട്ട്സൈഡ് എയർ ബിഫോർ എൻറ്ററിങ് ദ കൂളിംഗ് കോയിൽ. കൂളിംഗ് കോയിൽ എത്തുന്നതിനെ കാട്ടി മുമ്പ് ഇത്രയും ഭാഗമുള്ള ഭാഗം മാത്രം നോക്കുക. ഈ ഒരു ഭാഗം റിട്ടേൺ എയർ ഫ്രം റൂം, റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന എയർ ഈസ് മിക്സ്ഡ് വിത്ത് ഔട്ട്സൈഡ് എയർ ബിഫോർ എൻറ്ററിങ് കൂളിംഗ് കോയിൽ. അതായത് കൂളിംഗ് കോയിൽ വന്നിട്ടുള്ള എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റൂമിൻ്റെ ഉള്ളിലുള്ള എയറും അല്ല, നമ്മൾ പുറത്തുനിന്ന് ഫുള്ളായിട്ട് എടുത്ത എയറും അല്ല, പകരം ഇത് തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു എയറാണ്. ആ മിക്സിങ്ങിന്റെ റേഷ്യോ എനിക്ക് തന്നിട്ടുണ്ട് 4:1 ആണ്. അതായത് റിട്ടേൺ എയർ 4 ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പ്ലസ് ഒരു പോർഷൻ ഞാൻ ഔട്ട്സൈഡ് എയർ കൂടിയിട്ട് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. റിട്ടേൺ എയറിന്റെ ഇൻസൈഡ് എയറിന്റെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഔട്ട്സൈഡ് എയർ 43 ഡിഗ്രി സെൽഷ്യസ് ആണ്. 4 കഷ്ണം ഇതുണ്ട്, തണുപ്പുള്ള സാധനം, 4 പാർട്ട്, ഇതൊരു പാർട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മിക്സ് ചെയ്ത് കിട്ടുന്ന എയർ ടെമ്പറേച്ചർ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? എന്തായാലും 25 അല്ല 43 ആയിരിക്കില്ല അല്ലെ? 25 43 എന്തായാലും അല്ല. കാരണം നമ്മൾ ഇൻസൈഡ് എയറിനെ മൊത്തത്തിൽ എടുക്കുന്നില്ല, ഔട്ട്സൈഡ് എയറിനെയോ മൊത്തത്തിലല്ല എടുക്കുന്നത്. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു പാർട്ടിലിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മിക്സ് ആക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കുമല്ലോ. ആ വാല്യൂവിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 25 അടുപ്പിച്ചിട്ടുള്ള ഒരു വാല്യൂ തന്നെയല്ലേ കിട്ടുക. കാരണം 4 പാർട്ട് നമ്മൾ എടുക്കുന്നത് ആരെയാണ്? ഇൻസൈഡ് എയറിനെയാണ്. 4 കഷ്ണം എടുക്കുന്നുണ്ട് ഇൻസൈഡ് എയറിന്. ഒരൊറ്റ പാർട്ട് മാത്രമേ നമ്മൾ ചൂടുള്ള സാധനം എടുക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ട് ഇത് മിക്സ് ആയി കഴിഞ്ഞാൽ കിട്ടുക നമുക്ക് ഏകദേശം ഒരു 28 ആ റേഞ്ചിലൊക്കെ ആയിരിക്കൂലേ. ഞാൻ വെറുതെ ഒരു വാല്യൂ പറഞ്ഞതേ ഉള്ളേ. കാരണം ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സാധനത്തിന് നമ്മൾ കൂടുതൽ എടുത്തിട്ടുള്ളത്. ഇത്ര വലിയ തണുപ്പുള്ള എയർ ഉണ്ട് 25, ഇത്ര അതിന്റെ 4-1 പാർട്ട് മാത്രമേ ഞാൻ 43 ഡിഗ്രി സെൽഷ്യസ് എടുത്തിട്ടുള്ളൂ. ഇത് രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് 25ന്റെ കൂടെ കുറച്ച് കൂടുതൽ, അല്ലെങ്കിൽ ഒരു 28 അല്ലെ 30 ആ ഒരു റേഞ്ചിലുള്ള മിക്സിംഗ് അല്ലേ ഇവിടെ നടന്നിട്ടുണ്ടാവുക അല്ലേ? ആ ടെമ്പറേച്ചറിന്റെ ആ ഒരു എയറിന്റെ പുതിയ എയറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഈ വാല്യൂ ഞാൻ വെറുതെ എടുത്തതാണ്. ഏകദേശം 25 അടുത്തിട്ടുള്ള വാല്യൂ ആയിരിക്കും എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് 4 ഭാഗം എടുത്തിട്ടുള്ളത് 25 ഡിഗ്രി സെൽഷ്യസിലുള്ള തന്നെയാണ്. 43 ഡിഗ്രി സെൽഷ്യസിന് നമ്മൾ ഒറ്റൊരു പാർട്ട് എടുത്തിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് ആ മിക്സ് ചെയ്ത് കിട്ടുന്ന എയർ എന്ന് പറയുന്നത് എന്തായിരിക്കും?
നമ്മളെ ചെറിയ തണുപ്പ് ടെമ്പറേച്ചറിന് അടുത്തുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പൊ ഞാൻ നേരെ എവിടത്തേക്ക് പോവാണ്, ഇതിൻ്റെ അകത്തേക്ക് പോവാണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ എനിക്കറിയാം 1 എവിടെ ഉണ്ട്, 2 എവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. 1 അല്ല, ഇൻസൈഡ് റൂം കണ്ടീഷൻ ഐ ഇവിടെ ഉണ്ട് എന്നറിയാം, ഔട്ട് സൈഡ് അവിടെ ഉണ്ട് എന്നറിയാം. ഏതിനോട് അടുത്തിട്ടുള്ള വാല്യൂ ആയിരിക്കും എനിക്ക് കിട്ടുക? ഈ ഐനോട് അടുത്തിട്ടുള്ള ഇവിടെ എവിടെയല്ലേ പോയിന്റ് ഉണ്ടാവുക? മിക്സ് ചെയ്ത് കിട്ടിയത്, മിക്സ് ചെയ്ത സാധനത്തിന്റെ പോയിന്റ് ഐനോട് ചേർത്തിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കില്ല. കാരണം ഒരു 30 ഡിഗ്രി സെൽഷ്യസ്, ഞാനിപ്പോൾ ഇവിടെ റഫായിട്ട് എടുക്കുന്നതാണ്, ഏതാണ്ട് ഇവിടെ എത്ര 30 ഡിഗ്രി സെൽഷ്യസ് ആണ്, അതിനോട് അടുത്തിട്ടുള്ള വാല്യൂ അല്ലേ കിട്ടുക. അപ്പൊ ആ പോയിന്റ് എവിടെയുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കുക? സിമ്പിളാ, സ്കെയിലും പെൻസിലും മതി. അതാണ് ഈ ഗ്രാഫിന്റെ പ്രത്യേകത. ഈ പോയിന്റ് എവിടെയുള്ളതെന്ന് ഇപ്പോൾ മനസ്സിലാക്കി തരാം. എങ്ങനെയാന്ന് വെച്ചാൽ ഐന്ന് ഓയിലേക്കുള്ള ദൂരം എടുക്കുക. നിങ്ങളെ ഗ്രാഫിന്റെ അകത്തുനിന്ന് ഐന്ന് ഓയിലേക്കുള്ള ദൂരം എടുക്കുക. ഐന്ന് ഓയിലേക്കുള്ള ദൂരം എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിന് 5 ഭാഗമായിട്ട് മുറിക്കുക. മുറിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. അതില് ഏറ്റവും അടുപ്പിച്ചിട്ടുള്ള ഒരു ഭാഗത്തിനെ മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മൊത്തം ഐന്ന് ഓയിലേക്കുള്ള ദൂരം 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. 10 സെന്റിമീറ്റർ ഐന്ന് ഓയിലേക്കുള്ള ദൂരം. അതിനെ 5 പാർട്ടായിട്ട് മുറിച്ച് ചെയ്യാം. ഡിവൈഡഡ് ബൈ 5 എടുത്തു കഴിഞ്ഞാൽ ഒരു പാർട്ട് എന്ന് വെച്ചാൽ എത്ര സെന്റിമീറ്റർ ആണ്? 2 സെന്റിമീറ്റർ ആയിരിക്കൂലേ. അപ്പൊ എന്ത് ചെയ്യുക? ഐ എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് ഒരു 2 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് എടുക്കുക. ഈ ലൈനിൽ തന്നെ, പച്ച കളർ ലൈനിൽ അത് മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ എന്ത് കണ്ടീഷൻ? മിക്സ് ചെയ്ത എയറിന്റെ കണ്ടീഷൻ. മനസ്സിലായ? ഞാൻ എം എന്ന് പറഞ്ഞിട്ടിടുന്നു, മിക്സ് ചെയ്ത എയർ. ഈ എയറിനെയാണ് ഞാൻ കൂളിംഗ് കോയിലിലേക്ക് ഇനി തണുപ്പിക്കാൻ കൊടുക്കുക. ആ ലോജിക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. മൊത്തം ഐന്ന് ഓയിലേക്ക് 5 പാർട്ട് ഉണ്ട്. 4 കഷ്ണം റിട്ടേൺ എയറും 1 കഷ്ണം ആര് ഔട്ട്സൈഡ് എയർ. അപ്പോൾ അത് 5 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടുന്ന എയർ എന്ന് വെച്ചാൽ ഏതിനോട് അടുപ്പിച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും? 5 പീസ് ഇൻസൈഡ് റൂമാണ്, ചെറിയ റൂമാണ്, ചെറിയ ടെമ്പറേച്ചറാണ്. ഒരു ഭാഗം മാത്രമേ നമ്മൾ വലിയ ടെമ്പറേച്ചർ എടുക്കുള്ളൂ. സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുക ഈ ചെറിയ ടെമ്പറേച്ചറിനോട് അടുപ്പിച്ചിട്ടുള്ള ഒരു കഷ്ണം എടുക്കുക. അതായിരിക്കും നമ്മളെ മിക്സ് ചെയ്ത എയറിന്റെ കണ്ടീഷൻ എന്ന് വരുന്നത്. ഈ മിക്സ് ചെയ്ത എയറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂളിംഗ് കോയിൽ വെച്ചിട്ട് കൂൾ ചെയ്യാൻ പോകുന്നത്. ഇനി പോകുന്നേ ഉള്ളൂ, കൂൾ ചെയ്ത് തുടങ്ങിയിട്ടില്ല നമ്മൾ ഇത്രയും സമയത്ത്. ഇതിന്റെ ഈ മിക്സ് ചെയ്ത എയറിനെയാണ് നമ്മൾ കൂളിംഗ് കോയിലിൽ ഇനി കൂൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് അങ്ങോട്ടേക്ക് പോകണം. മിക്സ് ചെയ്ത എയറിന്റെ കണ്ടീഷൻ വേണമെങ്കിൽ എടുക്കാം. എന്താന്ന് അല്ല, ഇത് 5-1 എന്ന് പറയുമ്പോ ഇപ്പൊ അടുത്തൊന്ന് വലത്തോട്ട് എടുക്കുക, വലത്തൊന്ന് അടുത്തോട്ട് എടുത്തോടെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ 4 ഭാഗം മിക്സ് ചെയ്തത്. അതിനാണ് ഞാൻ ഈ ഒരു ഇട്ട് കാണിച്ചു തരാം. ഇതെടുത്തു. ഇതിപ്പോ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ എല്ലാം പോവോ? ഏതാ ഡൗട്ട്? ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം പോയി. ഇതിൻ്റെ അകത്ത് നോക്കട്ടെ എത്ര പേര് വരുന്നു. അതിനാണ് ഈ പാത്രമൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് തന്നിരിക്കുന്നത് 4 കഷ്ണം ഇതാണ്. റൂം ഈ 25 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് 4 കിലോ ഉണ്ടെന്ന് വിചാരിക്കും. 4 കഷ്ണം അത് 4 കിലോ ആണെന്ന് വിചാരിക്കും. അല്ല, അതല്ല പോയിന്റ് മാർക്ക് ചെയ്യുന്നത്, ഗ്രാഫില് പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. അതിപ്പോ സാറ് ഐ പോയിന്റ് എന്നല്ലേ ഒന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്തേ? ഐന്ന് മാർക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അതാണ് 25 ചെറിയ ടെമ്പറേച്ചർ ഉള്ളത് കുറേ ഉണ്ട്. 4 കഷ്ണം എടുത്തിന്. വലിയ ടെമ്പറേച്ചർ ഉള്ള ചെറിയ കഷ്ണം എടുത്തുള്ളൂ, 1 കിലോഗ്രാമേ എടുത്തിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാല് ടെമ്പറേച്ചർ കുറവല്ലേ കിട്ടുക നമുക്ക്? 43ന്റെ അടുത്തല്ലല്ലോ കിട്ടുക, 25ന്റെ അടുത്തായിരിക്കില്ലേ കിട്ടുക. അതൊരു 28ഓ 30ഓ അങ്ങനെ എത്രയെങ്കിലും പോവും. 28 ആവാം, അല്ലെ 29 ആവാം, അല്ലെ 30 ആവാം, 31 ആ റേഞ്ചിലൊക്കെ അല്ലേ പോളും. എന്തായാലും 42ഓ 40ഓ അങ്ങനെയൊന്നും ആവാൻ സാധ്യതയില്ലല്ലോ. കാരണം നമ്മൾ മിക്സ് ചെയ്ത പ്രൊപ്പോർഷൻ അങ്ങനെയല്ലേ. ഭൂരിഭാഗവും തണുപ്പ് കുറഞ്ഞ സാധനത്തിനെ എടുത്തത്. ഒരൊറ്റ കഷ്ണം മാത്രമേ നമ്മൾ എന്തിനും എടുത്തിട്ടുള്ളൂ? ചൂടിയ സാധനം, ചൂട് കൂടുതലുള്ള എടുത്തിട്ടുള്ളൂ. അതാണ് അവിടെയുള്ള ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്.
അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അപ്പൊ അത് കണക്കായിരിക്കും. ഇങ്ങനെ അങ്ങോട്ട് എടുക്കുന്ന അങ്ങനെ ഇങ്ങോട്ട് എടുക്കുന്ന കണക്കാവുക കറക്റ്റ്. അത് അല്ല ഏകദേശം തെറ്റല്ല. എടുക്കാൻ പറ്റും. ഇതിപ്പോ ഇവിടെ വരുന്നത് 25°C ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. ഇവിടെ ഉള്ളത് 40 ആണ്, 43. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചെറിയ ടെമ്പറേച്ചറെ കിട്ടാൻ പാടുള്ളൂ. ഇതിപ്പോൾ 30 ആണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കാരണം എന്താ, 4 ഭാഗം ഞാൻ മിക്സ് ചെയ്തത് ഇൻസൈഡ് റൂമിനെയാണ്, ഒരു ഭാഗം മാത്രമേ ഞാൻ ഔട്ട് സൈഡിനെ മിക്സ് ചെയ്തിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടുന്ന മിക്സ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറവുള്ളതായിരിക്കും. നേരെ മറിച്ച് ഞാൻ ഇവിടെ നിന്നുള്ള പോർഷൻ എടുത്തതെന്ന് വിചാരിക്കും, ഞാൻ മാർക്ക് ചെയ്ത പോയിന്റ് അപ്പുറത്തെ സൈഡാന്ന് വിചാരിക്കും, മിക്സ് ചെയ്ത പോയിന്റ് എനിക്ക് കിട്ടിയത് ഇവിടെയാന്ന് വിചാരിക്കും. ഇവിടുത്തെ ടെമ്പറേച്ചർ ഒന്ന് അളന്ന് നോക്കിയേ, എത്ര ഡിഗ്രി ഉണ്ട്? ഓൾമോസ്റ്റ് 39°C ഉണ്ട്. അതിനർത്ഥം 4 ഭാഗവും നമ്മൾ മിക്സ് ചെയ്തത് 43, ഒരു ഭാഗം മാത്രമേ മറ്റേ എടുത്തിട്ടുള്ളൂ എന്നല്ലേ. അതുകൊണ്ടല്ലേ ടെമ്പറേച്ചർ കൂടിപ്പോയത് നമുക്ക് കിട്ടിയത്. മനസ്സിലായില്ലേ? ആ, അപ്പൊ നമുക്ക് അങ്ങനെ മിക്സ് ചെയ്ത ഒരു ടെമ്പറേച്ചർ കിട്ടി, മിക്സ് ചെയ്ത മിക്സ്ചർ കിട്ടി. ആ മിക്സ്ചറിന്റെ പ്രത്യേകത ഇനി വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം എന്തൊക്കെയാണ്. മിക്സ് ചെയ്ത മിക്സ്ചറിന്റെ, ഞാനിപ്പോ ഇത് വെറുതെ വരച്ചാന്നേ, ഇതായിരിക്കില്ല ശരിക്കുള്ള ഉത്തരം. ഗ്രാഫിന്റെ അകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും. മിക്സ് ചെയ്ത എയറിന്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 30°C ആണ്. കാരണം ഞാൻ സ്കെയിൽ വെച്ചിട്ടൊന്നല്ല ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ റഫ് കാൽക്കുലേഷൻ, കണക്ക് കണ്ണിൽ കാണുന്ന പോലെ ഞാൻ വെറുതെ ഒന്ന് ഡിവൈഡ് ചെയ്തതാണ്. 30°C ആണ് ഇതിന്റെ ടെമ്പറേച്ചർ വരുന്നത്. ഇവിടുത്തെ എന്താൽപ്പി വേണമെങ്കിൽ എനിക്ക് മാർക്ക് ചെയ്യാം, എത്ര °C ആയിരിക്കും? എന്താൽപ്പി എത്രയായിരിക്കും ഇവിടുത്തെ? °C അല്ല, കിലോ ജൂൾ. ഏതാണ്ട് ഇവിടെയാ വരിക. അത് വരുന്നത് ഏകദേശം ഒരു 59 ഉണ്ടാവും അല്ലേ. ഇവിടുത്തെ എന്ത് പോയിന്റും എനിക്ക് അങ്ങനെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എന്നോട് ഒരു ക്വസ്റ്റ്യൻ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഞാൻ ഇവിടത്തേക്ക് എടുത്തു. എന്തൊക്കെയാണ് എടുത്ത് വെച്ചേ? ഡിറ്റർമൈൻ ADP ഓഫ് കൂളിംഗ് കോയിൽ. കൂളിംഗ് കോയിലിന്റെ ആ സർഫസ് ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. എക്സിറ്റ് ആൻഡ് എൻട്രി കണ്ടീഷൻ ഓഫ് എയർ ഫോർ കൂളിംഗ് കോയിൽ. എൻട്രി കണ്ടീഷൻ എനിക്കിപ്പോ കിട്ടി. ആ മിക്സ് ചെയ്ത സാധനം ആയിരിക്കുമല്ലോ എന്തായാലും അതിൻ്റെ ഉള്ളിൽ എൻട്രി ആയിട്ടുണ്ടാവുക. അപ്പൊ അവിടുത്തെ കണ്ടീഷൻ എനിക്ക് കിട്ടി. അവിടുത്തെ ടെമ്പറേച്ചർ 30°C ആണെന്ന് ഞാൻ പറഞ്ഞു. അവിടുത്തെ മറ്റേ എന്താൽപ്പി എത്രയാന്ന് 59 പറഞ്ഞു. എൻട്രി കണ്ടീഷൻ ഓക്കെ. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിറ്റ് കണ്ടീഷനും ADP ഓഫ് കൂളിംഗ് കോയിൽ, പിന്നെ ഫ്രഷ് എയർ മാസ് ഫ്ലോ റേറ്റ്, റെഫ്രിജറേഷൻ ലോഡ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സാധനം കണ്ടുപിടിക്കാം. എക്സിറ്റ് കണ്ടീഷൻ എവിടെ ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കും. എക്സിറ്റ് കണ്ടീഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് ബൈപ്പാസ് ഫാക്ടർ എന്ന് തന്നിട്ടുണ്ട്. ബൈപ്പാസ് ഫാക്ടർ ഓഫ് കൂളിംഗ് കോയിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണ്. ആരെ ഇങ്ങോട്ടേക്ക് വന്നു. ബൈപാസ് ഫാക്ടർ എന്താന്ന് നമുക്കറിയാം. എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. നമ്മളെ കൂളിംഗ് കോയിൽ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ടെമ്പറേച്ചർ എനിക്ക് കിട്ടി 30°C ആണ്, 30°C. എക്സിറ്റിലെ ടെമ്പറേച്ചർ എനിക്ക് അറിയില്ല, അത് അവിടെ കിട്ടും, ഒരു T2 ആന്ന് പറഞ്ഞിട്ട് കിട്ടും. കൂളിംഗ് കോയിലിന്റെ ADP എനിക്ക് തന്നിട്ടില്ല, TADP അവിടെ കിടക്കട്ടെ. പക്ഷെ ബൈപ്പാസ് ഫാക്ടർ എനിക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാന്ന്? T2 മൈനസ് TADP, അത് റൈറ്റ് സൈഡ് നമുക്ക് പുറത്തേക്ക് കിട്ടിയത്, ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇത് 30 മൈനസ് TADP. ബൈപ്പാസ് ഫാക്ടർ എനിക്ക് തന്നിട്ടുണ്ട് 0.2 ആണ്, which is equal to T2 എനിക്ക് തന്നിട്ടില്ല, അറിയില്ല, അവിടെ കിടക്കട്ടെ. TADP എനിക്ക് അറിയില്ല, ADP അവിടെ കിടക്കട്ടെ. ഡിവൈഡ് ബൈ 30 മൈനസ് TADP. നമുക്കറിയാത്ത 2 വാക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ഒരൊറ്റ ഇക്വേഷൻ വെച്ചിട്ട് 2 അൺനോൺസ് ഉണ്ട്, T2 ഉണ്ട്, TADP ഉണ്ട്, 2 ഉണ്ട് അൺനോൺ ആയിട്ട്. അത് സ്വാഭാവികമായിട്ട് എനിക്ക് ഈ ഒറ്റ ഇക്വേഷൻ്റെ അകത്തുനിന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല, 2 ഇക്വേഷൻ വേണ്ടി വരും. അന്നേരത്തെ നമ്മൾ അടുത്ത ലോജിക്ക് ഉപയോഗിക്കുന്നത്, അടുത്ത ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അടുത്ത ലോജിക്ക് ഉപയോഗിക്കാൻ പോവാം.
ബൈപ്പാസ് ഫാക്ടർ എത്രയാണെന്നറിയാം? പാസ് ഫാക്ടർ ഈക്വൽ ടു 0.2 എന്ന് വെച്ചാൽ എത്രയാണ്? 20% എന്നല്ലേ? ബൈപ്പാസ് ഫാക്ടർ ഈക്വൽ ടു 0.2 എന്ന് പറഞ്ഞാൽ 20%. നേരത്തെ നമ്മൾ എടുത്ത അതേ സംഭവത്തിലേക്ക് പോവാ. ഇത് പറയുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, വളരെ അധികം ശ്രദ്ധിച്ചിരിക്കേണ്ടി വരും. ഈ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി പോകും. ആൾക്കാർ ഞാൻ ഇതിനെയൊക്കെ മയക്കുന്നുണ്ട്. നമ്മളെ ബേസ് സർക്കിൾ, ബേസ് ലൈൻ ഒന്നും ആവശ്യമില്ല. കുറെ ലൈൻ വന്നു കഴിഞ്ഞാൽ ആ കാലം പോലാവും. അതവിടെ കിടക്കട്ടെ, അത് പോകും. അതുപോലെ തന്നെ ഞാൻ മിക്സ് ചെയ്ത ലൈന് മാത്രമേ ഇവിടെ വെക്കുന്നുള്ളൂ. മിക്സ് ചെയ്ത പോയിന്റിനെ മാത്രം അവിടെ വെച്ചു. എനിക്ക് തന്നിട്ടുള്ളത് 20%. എക്സിറ്റ് കണ്ടീഷൻ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈന് വരക്കലാണ്, വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഒരു ലൈന് പോയി മുട്ടിക്കലാണ്, മനസ്സിലായ? പക്ഷെ അത് എവിടെ മുട്ടിക്കണം എന്ന് എനിക്കറിയില്ല. ബൈപ്പാസ് ഫാക്ടറാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ വരച്ച ചിത്രത്തിൻ്റെ അകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഇങ്ങനെ മുട്ടിച്ചെന്ന് വിചാരിക്കും. മുട്ടിച്ചു കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ 20% എടുക്കുക വേണ്ടത്. അതാണല്ലോ ADP എന്ന് പറയുന്നത്. ഇവിടുന്ന് തൊട്ട് ഇടം വരെയുള്ള സാധനം, ഇതാണ് ബൈപ്പാസ് ഫാക്ടർ. അതേപോലെ തന്നെ ഈ ഒരു പോയിന്റിനാണ് നമ്മൾ ADP എന്ന് പറയല്, കാരണം ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ അതാണ്. ബൈപ്പാസ് ഫാക്ടർ 20% ആണ് തന്നിട്ടുണ്ട്. 20% ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കണക്ക് കൂട്ടുക? നേരത്തെ സ്കെയിലിൻ്റെ കണക്ക് കൂട്ടൽ പറയുന്ന പോലെ തന്നെയാണ്. നമ്മളെ സ്കെയിൽ വെച്ചിട്ട് അതെനിക്ക് എങ്ങനെ, ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കത് കാണിച്ചു തരിക. ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ടൊക്കെ വായിച്ചോളാം. ബാക്കിയുള്ളത് എനിക്ക് പിന്നെ പറഞ്ഞുതരാം. പിടിപോയ അവസ്ഥയിൽ ഇരിക്കരുതേ, കാരണം ചെറിയൊരു ലോജിക്കേ ഉള്ളൂ. ഞാൻ നേരത്തെ പാരലായിട്ട് വരച്ച ലൈനായത് വിചാരിക്കുക. എനിക്ക് കിട്ടിയ മിക്സ് ചെയ്ത ടെമ്പറേച്ചർ ഇവിടെയാണെന്ന് വിചാരിക്കുക. മിക്സ് ചെയ്ത് കിട്ടിയ M എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ്. അത് ഊഹിക്കാലോ, ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. എനിക്ക് മിക്സ് ചെയ്ത് കിട്ടിയത് ഇവിടെയാണ്, അല്ലെ കുറച്ചുകൂടെ മാറ്റിയെടുക്കാം. മിക്സ് ചെയ്ത് കിട്ടിയത് എനിക്ക് ഇവിടെയാണ്. ഇതാണ് എനിക്ക് M കിട്ടിയതായിരിക്കും. ഇവിടെ ക്യാമറ ഞാൻ ഓൺ ആക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ അയച്ചുതരാം. അതിൻ്റെ തൽക്കാലം ഒന്ന് ഇത് ലോജിക്ക് കിട്ടുമോ നോക്ക്. ഇതിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ എടുത്തരാം. എൻ്റെ ഫോണിലെ ക്യാമറ വെച്ചിട്ട് തന്നെ ഞാൻ എടുത്തിട്ട് ഇങ്ങൾക്ക് ഇട്ടുതരാം ഗ്രൂപ്പിൽ. ഇപ്പം ഇവിടെയാണ് എനിക്ക് M കിട്ടിയതായിരിക്കും. ഈ കിട്ടിയ M-നെയാണ് നമ്മൾ കൂൾ ചെയ്യുന്നത്. അത് സാധാരണ കൂളിംഗ് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു പ്രോസസ്സാണ്. ഇങ്ങനെയുള്ള പ്രോസസ്സായിരിക്കും. കാരണം ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്, കൂളിംഗ് കോയിലൊക്കെ ഉണ്ടാവും. ഇങ്ങനെയാണല്ലോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ പ്രോബ്ലം വരെ ചെയ്തത്. കുറേ ലൈൻ ഉള്ളത് കൊണ്ടാണ് ഇതൊന്നും മനസ്സിലാത്ത അവസ്ഥ വരുന്നത്. കൂളിംഗ് കോയിൽ ഇവിടെയുള്ളു. അപ്പോൾ M എന്ന് പറഞ്ഞ സാധനം തണുത്ത് ഈ കൂളിംഗ് കോയിൽ വഴി വരുന്നു. ശരിക്കും പറഞ്ഞാൽ കൂളിംഗ് കോയിലിൻ്റെ ADP ഇവിടെയാണ്. ADP ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. പക്ഷെ നമ്മളെ ഒരു മെക്കാനിക്കൽ ഡിവൈസും 100% എഫിഷ്യൻ്റ് അല്ലായിരിക്കും. അതുകൊണ്ട് ശരിക്കും കിട്ടുന്ന ടെമ്പറേച്ചർ എവിടെയായിരിക്കും? ഇതായിരിക്കും. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ഈ ലെങ്ത്തിനെ നമ്മൾ ബൈപ്പാസ് ഫാക്ടർ എന്ന് വിളിക്കാറ്. ഈ ഒരൊറ്റ ലൈനിൻ്റെ ഈ ലെങ്ത്തിനെയാണ് നമ്മൾ ബൈപ്പാസ് ഫാക്ടർ എന്ന് വിളിക്കാറ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ ലൈനിനെ നീട്ടി വരച്ചിട്ടുള്ളത്. ഈ പാരലൽ ലൈനില്ലേ, വെള്ള കളർ ലൈന് വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റുള്ള എക്സിറ്റ് കണ്ടീഷൻ എവിടെയായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം 20% എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ ഈ മൊത്തം ലൈനിൻ്റെ ലെങ്ത്ത്
10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. 10 സെന്റിമീറ്ററിന് 20% എന്ന് വെച്ചാൽ എത്രയാണ്? 2 സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? 2 സെന്റിമീറ്റർ പ്ലോട്ട് ചെയ്യുക, ഈ പോയിന്റ് അവിടെ എടുക്കുക. അത് നമ്മൾ സ്കെയിൽ ഇങ്ങനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. എങ്ങനെയാണ് നമുക്ക് ഇപ്പുറത്തെ സൈഡ് 20%, അപ്പർ സൈഡ് ബാക്കി 80% കിട്ടുക എന്നുള്ളത് സ്കെയിലിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. വരക്കാണ്ട് ആദ്യം തന്നെ വരക്കരുത്, ഏകദേശം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്ത് നോക്കേണ്ടി വരും. ഇങ്ങനെയാണ് നമുക്ക് എക്സിറ്റ് കണ്ടീഷനും കൂടി കിട്ടുക. ഞാൻ അതിൻ്റെ ചെയ്യുന്ന പ്രൊസീജിയർ ഞാൻ വീഡിയോ എടുത്ത് അയച്ചുതരാം. അത് നല്ല സ്കെയിലിൻ്റെ അകത്ത് എങ്ങനെയാണ് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നതെന്നുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൂടി കണ്ടുപിടിച്ചാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇതാണ് നമ്മളെ എക്സിറ്റ് കണ്ടീഷൻ. ഇത് ഈ ഇവിടെയുള്ള ഈ ഒരു പോയിന്റ് ആണ് എക്സിറ്റ് കണ്ടീഷൻ. ഇവിടെ വന്ന് മുട്ടുന്ന പോയിന്റ് ആണ് ADP. ഇതായിരിക്കും എൻട്രി കണ്ടീഷൻ. എക്സാമിന് ഇതെല്ലാം വരച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും ഗ്രാഫിൽ? വരച്ച് കാണിച്ചു കൊടുക്കൊന്നും വേണ്ട. നിങ്ങൾ ഇത് കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഞാൻ ഇട്ടതിൻ്റെ അകത്തുള്ള പ്രശ്നമായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കേണ്ടത്. ഞാൻ പെട്ടെന്ന് കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ക്വസ്റ്റ്യൻ ഇപ്പുറത്തേക്ക് ഇട്ടെടുത്ത് മാറിപ്പോയതാ. നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതിനൊന്നും തൽക്കാലത്തേക്ക് വിട്ട ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്ത ഒരു പ്രോബ്ലം എടുക്കാം. വെറുതെ ലാസ്റ്റ് ക്ലാസ് ചെയ്ത ജസ്റ്റ് ഒരു സാമ്പിൾ എടുക്കുകയാണ്. നമുക്കൊരു എയർ തന്നിട്ടുണ്ട്. ഒരു എയർ 30 ഡിഗ്രി സെൽഷ്യസിലുള്ള എയർ, ഒരു 60% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള എയർ. ഇതിനെ ഞാൻ തണുപ്പിക്കുകയാണ്. തണുപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അതിനൊരു 10 പറ്റൂല, ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആക്കി. 20 ഡിഗ്രി സെൽഷ്യസ് ആക്കി പ്ലസ് ഒരു 70% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇങ്ങനെ ആക്കി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കൂളിംഗ് കോയിൽ ഉണ്ട്. ഉള്ളിലേക്ക് വരുന്നത് 30 ഡിഗ്രി സെൽഷ്യസിലുള്ള സാധനമാണ്. പുറത്തേക്ക് കൂളിംഗ് കോയിൽ വഴി പുറത്തേക്ക് എത്തുന്നത് 20 ഡിഗ്രി സെൽഷ്യസിലുള്ള സാധനം. അങ്ങനെയാണെങ്കിൽ കൂളിംഗ് കോയിലിന് എന്തുണ്ടാവും? ഒരു ADP ഉണ്ടാവും. അത് മേ ബി എത്രയാണെന്ന് അറിയില്ല. ADP എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കട്ടെ. ഈ സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ആ പ്രോബ്ലം ചെയ്തത്? ഓർമ്മയുണ്ട? ആദ്യം തന്നെ 30യും 60യും എടുത്തു. 30, 60 എന്ന് പറയുന്നത് എവിടെ വരും? ഈ പോയിന്റ് ആയിരിക്കും. ഇതാണ് പോയിന്റ് നമ്പർ 1. ഓക്കെ, അടുത്ത 20, 70. 20യും 70 എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഇവിടെയാണ്. ഇതാണ് പോയിന്റ് നമ്പർ 2. ഇപ്പൊ പ്രോസസ്സ് നടക്കുന്ന നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞു. നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്ത പ്രോബ്ലമാണ്, അതേ മോഡൽ. ഇതായിരിക്കും നമ്മളുടെ കൂളിംഗ് കോയിലിൽ നടക്കുന്ന പ്രോസസ്സ്. ഇവിടെ എന്തുണ്ട്? ഇവിടെ കൂളിംഗ് കോയിൽ ഉണ്ട്. ഇനി ഈ കൂളിംഗ് കോയിലിന്റെ ADP എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? ADP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനില്ല. ഇതിനെ എന്ത് ചെയ്യുക? ഈ ലൈനിനെ കുറച്ചുകൂടെ നീട്ടി വരക്കുക, എന്നിട്ട് ഇവിടെ മുട്ടിക്കുക. കാരണം ഇവിടെയാണ് എന്തുള്ളത്? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കിട്ടണമെങ്കിൽ ഇവിടെയാണ്. അന്നേരത്തെ ഞാൻ പറഞ്ഞു 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇതിന്റെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ഈ ഒരു പോയിന്റ്, ഈ 10 ഡിഗ്രി സെൽഷ്യസ് ടു 2 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയനെയാണ് നമ്മൾ ബൈ പാസ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായിരുന്ന? ലാസ്റ്റ് ക്ലാസ്സിലെ പ്രോബ്ലം ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ലാസ്റ്റ് ക്ലാസ്സിന്റെ മുമ്പിലത്തെ ക്ലാസ്സിലെ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. വേറൊരു എക്സാമ്പിളും കൂടി വെച്ചിട്ട് പറഞ്ഞുതരാം. ആ പ്രോബ്ലം തന്നെ എടുത്തിട്ട് പറയാം, അതാ നല്ലത്. പ്രോബ്ലം കിട്ടണമെങ്കിൽ വലിയ പണിയാണ്. കളർ മാറ്റി പിടിക്കാം. നമുക്കൊരു
ഒരു 40 ഡിഗ്രി സെൽഷ്യസും ഒരു ADP എന്താന്ന് അറിയില്ലേ, അത് പോയാ നല്ല മൈൻഡ് ഔട്ട് ആയല്ലേ. ഇതാണ് നമ്മളുടെ ഇവിടെ എന്തുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒരു കൂളിംഗ് കോയിൽ ഉണ്ട്. കൂളിംഗ് കോയിലിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും, TADP, അഡിയാബാറ്റ അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ. കാരണം എന്ന് വെച്ചാൽ 40 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു എയറിന തിരിച്ച് എനിക്ക് 30 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് ആക്കേണ്ടതെന്ന് വിചാരിക്കാം. 30 ഡിഗ്രി സെൽഷ്യസ് ആക്കണമെങ്കിൽ കൂളിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ എത്ര ആയിരിക്കണം? 30 ആയാൽ ശരിയാവില്ല. പകരം ഒരു 25 ചിലപ്പോൾ ആയിരിക്കും, 25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടാവും. എന്നാലേ എനിക്ക് 30 പുറത്ത് കിട്ടുള്ളൂ. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ആരാണ്, കുറച്ച് എയറുകൾ, കുറച്ച് തുറപ്പന്മാർ അതിലൂടെ പോകുന്നുണ്ട്, ബൈപ്പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ബൈപ്പാസ് ചെയ്ത് പോകുന്ന സാധനത്തിന് നമ്മൾ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇതൊക്കെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബൈപ്പാസ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ 30 മൈനസ് 25 ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് വെച്ചാൽ ഇപ്പർ ലെഫ്റ്റ് സൈഡിൽ 40 മൈനസ് 25 എത്ര കിട്ടുമായിരുന്നു? 5 ഡിവൈഡഡ് ബൈ 15 എത്ര കിട്ടുക? 1/3 അല്ലെങ്കിൽ 0.333 എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ബൈപ്പാസ് ഫാക്ടർ വരിക. അതൊന്നും ഓർമ്മയില്ലേ? ഔട്ടായല്ലേ? അല്ല, നമുക്കൊരു വീഡിയോ എടുത്ത് നോക്കാം, ശ്രമിച്ചു നോക്കാം. അല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ട് ഓൺ ആക്കിയിട്ട് നമുക്കില്ല അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ നോക്കാം വേറൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തായാലും കണ്ടു നോക്ക്. അഭിരാമ്, അബിൻ ജോഷി, ആദർശ് KK, അക്ഷയ് KM, ആൽബിൻ തോമസ്, അമിൽ K സന്തോഷ്, അമിൽ KP, അമലമ്മ, അനന്തു P, അനുരാഗ്, ആത്രേയ്, അശ്വിനി, ഭഗത് വിജൻ, ഡിജിൻ K, നിലാൽ, ബസീറുദ്ദീൻ, ഗോകുൽ, ജിജോരാജ്, ജിഷ്ണു, ജിതിൻ C, മധുലമ്മ, രാഹുൽ P, റോഷത് PK, സൂരജമ്മു, സൗരവർണ്ണ, ശ്രീരാജ്, സന്തോഷ്, തേജസ്, PK. ആരാ വസീം മാത്രം ലാപ്സിന്റെ ഉള്ളൂ? ബാക്കി എല്ലാവരും ഉണ്ടെന്നോ? അല്ലേ?